ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ടോ. ഞാനും അമ്മയും കൂടിയാണ് പോയത്. രാവിലെയൊക്കെ എന്ത് തണുപ്പാല്ലേ, ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇതൊന്നാമത് പാടത്തിൻ്റെ സൈഡാണ് വീട്, അപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. പാടത്തൊക്കെ കോട ഇറങ്ങി നിൽക്കണ കാണാൻ പറ്റൂ കേട്ടോ. ഈ തണുപ്പ് കാരണം എല്ലാവർക്കും ജലദോഷവും കാര്യങ്ങളും അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. പിള്ളേർക്കും അതെ, ഞങ്ങൾക്കും അതെ. നല്ല ജലദോഷമാണ്, അങ്ങോട്ട് മാറുന്നില്ല. മരുന്നൊക്കെ കൊടുത്തിട്ടും ഒരു കുറവ് വരുന്നില്ല. ഒന്നാമത് ഈ തണുപ്പാണല്ലോ. പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടതേ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇരുന്നു കേട്ടോ. കാരണം ഈ ബ്ലൗസിൻ്റെ കസ്റ്റമർ രാവിലെ തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നു. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ബോഡിയും കൂടി ഒന്ന് സൈഡ് അടിച്ച് പിന്നെ അടിയൊക്കെ ഒന്ന് മടക്കി അടിച്ച് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ടായി. പിന്നെ കഴുത്ത് റൗണ്ട് കഴുത്താണ്, അപ്പോൾ അതൊന്ന് ഹെം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിരുന്നു. സിബ്ബൊക്കെ വെച്ചിരുന്നു. ഈ ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഹുക്കല്ല വെച്ചേക്കുന്നത്, സിബ്ബാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഫ്രണ്ടാണെങ്കിൽ പ്രിൻസസ് കട്ടാണ് ചെയ്തേക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ ജലദോഷം കാരണം ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ആയിട്ടോ തല നനയ്ക്കുന്നത്. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് തല നനയ്ക്കേണ്ടി വന്നു. അപ്പോൾ ആ ജലദോഷം കുറച്ച് കൂടുതലായിട്ടോ. കുറച്ച് കഫക്കെട്ടുണ്ട്. ഇന്നാളൊരു പനി വന്ന് പോയുള്ളൂ. ആ സമയത്ത് നല്ല ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടാണ് മാറിയത്. അങ്ങനെ അതിൻ്റെ വർക്കൊക്കെ തീർത്ത് കസ്റ്റമർ വന്ന് കൊടുത്തു കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ചെയ്യാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം കണ്ണനും അമ്മയ്ക്കും കൊടുക്കാൻ പഴം നെയ്യിൽ വറുക്കാൻ കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുക്കാൻ കേട്ടോ നെയ്യിൽ. രണ്ടുപേരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ കേട്ടോ. ഞാനാണെങ്കിൽ അതിൻ്റെ ഒപ്പം കുറച്ച് കാഷ്നട്ടും കൂടി വറുത്ത് അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അവർ കഴിച്ചോളും. വെറുതെ പഴം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. പിന്നെ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടോ. ഇതിലിപ്പോൾ പഴത്തേക്കാൾ കൂടുതൽ അവർക്ക് കാഷ്നട്ട് കഴിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പോൾ 2 പേർക്കും ഞാനിങ്ങനെ ഓരോ കഷ്ണം പഴം കൊടുത്ത് പിന്നെ ഒരു കാഷ്നട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ കാഷ്നട്ട് തീർന്നാൽ പോലും പഴം തീരില്ല. പിന്നെ കണ്ണനാണെങ്കിൽ കുറച്ച് വെയിറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏത്തപ്പഴം, നെയ്യ്, ബട്ടർ, ചീസ്, പിന്നെ ഫിഷ് മീറ്റ് ഇതൊക്കെ നന്നായിട്ട് കൊടുക്കണം വെയിറ്റ് വയ്ക്കാനായിട്ട്. അപ്പോൾ കലോറി കൂടുതലുള്ള ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടോ. ആമിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് 3 പേരും കൂടി നടക്കാൻ ഇറങ്ങിയേക്കാം കേട്ടോ. കണ്ണനാണെങ്കിൽ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. കണ്ണനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ സ്കേറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ചേർത്ത സമയത്ത്, പക്ഷേ ഇപ്പോൾ ബാലൻസ് ആയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.